Welcome to Arcade Stories. ലവ് ഇൻ ഗോവ NIT ലവ് സ്റ്റോറി ഭാഗം 16. രചനയും അവതരണവും രഘുദാസ് കാട്ടുങ്കൽ. വാസുവശാൻ എന്ന് എല്ലാവരും വിളിക്കുന്ന വാസുദേവ പണിക്കരുടെ തൃശ്ശൂരിലുള്ള വീടിന്റെ മുറ്റത്തേക്ക് ആരുഷിന്റെ ബുള്ളറ്റ് വന്ന് നിന്നു. അളിയ, ഇതാണോ നിന്നെ കളരിയൊക്കെ പഠിപ്പിച്ച സിംഹത്തിന്റെ മട? ബുള്ളറ്റിൽ നിന്നും ഇറങ്ങി ഒന്ന് നടു നിവർത്തിക്കൊണ്ട് അസി ചോദിച്ചു. ഡസി മോനെ, വേണ്ടടാ, നീ ആശാനെ കണ്ടിട്ടില്ലല്ലോ. വായിലെ പല്ലിന്റെ എണ്ണം കുറയും, എല്ലിന്റെ എണ്ണം കൂടും. വേണോ? ഓ വേണ്ട. ആ എന്നവാ. അവനെയും വിളിച്ചുകൊണ്ട് ആരുഷ് ആശാന്റെ വീടിന്റെ വരാന്തയിലേക്ക് കയറി. ആ തറവാടിന്റെ വരാന്തയിലെ ഓടുപാകിയ മേൽക്കൂരയെ താങ്ങി നിർത്തുന്ന കൊത്തുപണികളോടുകൂടിയ മരത്തൂണുകളുടെ ഭംഗി ആസ്വദിച്ചുകൊണ്ട് അസി നിന്നു. മുൻവശത്തെ വാതിലിന് മുന്നിലായി തൂക്കിയിട്ടിരിക്കുന്ന ഒരു മണിയിൽ ആരുഷ് കൈ ഉയർത്തി ഒന്ന് തട്ടി. ഓ, എന്തോന്നാണ് ഇത്? മനുഷ്യൻ പേടിച്ചു പോയല്ല. അവിടെ മുഴുങ്ങിയ മണിനാഥം കേട്ട് ഒന്ന് ഞെട്ടിക്കൊണ്ട് അസി പറഞ്ഞു. ആ, ഇതാ ഇവിടത്തെ കോളിംഗ് ബെല്ല്. കൊള്ളാം, അടിപൊളി. അല്പസമയത്തെ കാത്തുനിൽപ്പിനൊടുവിൽ മുൻവശത്തെ ആ വാതിൽ തുറക്കുന്ന ശബ്ദം അവർ കേട്ടു. ഇരുവശത്തേക്കും അകന്നു മാറിയ വാതിലും കടന്ന് വാസുവശം പുറത്തേക്ക് വന്നു. ഒരു കറുത്ത കരയുള്ള മുണ്ടുടുത്ത് തോളിൽ ഒരു രണ്ടാം മുണ്ടുമിട്ട് കഴുത്തിൽ പുനിതകം കെട്ടിയ വലിയൊരു രുദ്രാക്ഷമാലയും നെറ്റിയിൽ നെടുനീളെ വരഞ്ഞിരിക്കുന്ന ഭസ്മക്കുറിയും കഷണ്ടി കയറിയ ശിരസും കൈകളിലും നെഞ്ചിലും നിറയെ നര കയറിയ മുടികളുമായി 6 അടിക്കു മേൽ ഉയരത്തിൽ ആരുഷിനേക്കാൾ അല്പം കൂടി ഉയരമുള്ള ആ ആചാനബാഹുവായ ആശാനെ കണ്ട് അസി കിളി പോയതുപോലെ നിന്നു. ആരു, നീയായിരുന്നു? ഘനഗംഭീരമായ ശബ്ദത്തിൽ ആശാൻ ചോദിച്ചു. ആരുഷിനെ കണ്ട സന്തോഷം ആശാന്റെ മുഖത്ത് തിളങ്ങി. മുന്നോട്ട് ചെന്ന് ആരുഷ് ആശാന്റെ കാൽ തൊട്ട് വന്ദിച്ചു. അവന്റെ ഇരു തോളുകളിലും പിടിച്ചുയർത്തി ആശാൻ അവനെ മാറോട് ചേർത്ത് പുണർന്നു. വാ, അകത്തേക്ക് വാ. എന്ത് തെറ്റി ഇങ്ങോട്ടേക്ക് വരാൻ? കുറെ നാളായാലോടാ നിന്നെയൊക്കെ കണ്ടിട്ട്. ആരുഷിന്റെ തോളത്ത് പിടിച്ച് അകത്തേക്ക് നടക്കുന്നതിനിടയിൽ ആശാൻ ചോദിച്ചു. അവനോടൊപ്പം അസിയും അകത്തേക്ക് നടന്നു. ഇരിക്കടാ. ആശാൻ പറഞ്ഞതും ആരുഷ് അവിടെ ഉണ്ടായിരുന്ന കസേരയിലേക്ക് ഇരുന്നു. ഇനി പറയ്, എന്താ നിന്റെ വരവിന്റെ ഉദ്ദേശം? എന്നെ കാണാൻ മാത്രമാണോ, അതോ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ആരുഷിന്റെ തൊട്ടടുത്ത കസേരയിലേക്ക് ഇരുന്നിട്ട് ആശാൻ ചോദിച്ചു. ആശാനെ, ഞാനേ ഒരാളെ പറ്റി കുറച്ച് കാര്യങ്ങൾ അറിയാൻ വേണ്ടി വന്നതാ. ആരെ കുറിച്ചാ നിനക്ക് അറിയേണ്ടത്? ആശാനെ, അത് ഞങ്ങളുടെ ജോലി ചെയ്യുന്ന ഒരു കൊച്ചിനെ കുറിച്ചാണ്. ആരുഷിന് മുന്നേ മറുപടി പറഞ്ഞിട്ട് അസി ആശാനെ നോക്കി ഒന്ന് ചിരിച്ചു. ഇവൻ ആരാ? അസിയെ നോക്കി ആശാൻ നെറ്റി ചൊളിച്ചു. സുഹൃത്താണ്. അസിയെ നോക്കി ഒന്ന് കണ്ണുരുട്ടിയിട്ട് ആരുഷ് മറുപടി പറഞ്ഞു. അസിയെ ഒരിക്കൽ കൂടി നോക്കിക്കൊണ്ട് ആശാൻ ഇരുത്തിയൊന്ന് മൂളി. ആശാനെ, ഈ ശങ്കരമംഗലം തറവാട്ടിലെ ദേവഗംഗ എന്ന പെൺകുട്ടിയെ പറ്റിയാ എനിക്കറിയേണ്ടത്. ദേവമോളെ കുറിച്ചോ? മോളെ നീ അറിയോ? വാസു ആശാൻ അല്പം ഒരു അത്ഭുതത്തോടെയും ജിജ്ഞാസയോടെയുമാണ് ചോദിച്ചത്. അറിയാം, ഗംഗ ഞങ്ങളുടെ കൂടെ ജോലി ചെയ്യുന്നത്. ആശാന്റെ മുഖത്ത് ഒരു സന്തോഷം മിന്നി. ഞങ്ങളുടെ കൂടെ ഗോവയിൽ ജോലി ചെയ്തിരുന്ന ശ്രേയ എന്നൊരു പെൺകുട്ടി ഈയിടെ ആത്മഹത്യ ചെയ്യുകയുണ്ടായി. അതിനു പുറകിൽ ഒരു പനങ്കാടനാണെന്ന് അറിഞ്ഞു. മരിക്കുന്നതിന്റെ തലേ ദിവസം ആ കുട്ടി എന്നോട് സംസാരിച്ചിരുന്നു. ഈ പനങ്കാടനും ഗംഗയുടെ വീട്ടുകാരും തമ്മിൽ എന്തോ പ്രശ്നമുള്ള കാര്യം അന്ന് അവൾ എന്നോട് പറഞ്ഞു. അതിനെക്കുറിച്ച് അറിയാനാണ് ഞങ്ങൾ വന്നത്. ആരുഷ് പറഞ്ഞു നിർത്തി. പനങ്കാടൻ എന്ന പേര് കേട്ടതും വാസുവാശാൻ കസേരയിലൊന്നും മുന്നോട്ട് ആഞ്ഞിരുന്നു. ആ മുഖത്ത് വല്ലാത്തൊരു ഗൗരവം നിറഞ്ഞു. എന്താ ആശാനെ, വല്ല പ്രശ്നമുണ്ടോ? ഇവൻ ആളെങ്ങനെ വിശ്വസിക്കാൻ കൊള്ളാമോ? അസിയെ നോക്കി ഒരു മറു ചോദ്യമാണ് ആശാനിൽ നിന്നും ഉയർന്നത്. തീർച്ചയായും ആശാനെ, ഇവനെ കണ്ടാൽ ഒരു കളലക്ഷണം ഉണ്ടെന്നേ ഉള്ളൂ. ആള് പാവമാ. അവനെ നോക്കി ആരുഷ് ഒന്ന് കണ്ണിറുക്കി. അസി ദൈന്യമായിട്ട് ആരുഷിനെയും തിരിച്ചൊന്ന് നോക്കി. നീ പറഞ്ഞ ഈ പനങ്കാടനും അവന്റെ മകൻ ജോണിയും മരിച്ചുപോയി. മരിച്ചതല്ല, കൊന്നതാണ്. ഞാനും ശങ്കരമേനോൻ അദ്ദേഹവും പിന്നെ ഗംഗയുടെ അച്ഛനും ചേർന്ന്. എന്തിനായിരുന്നു അത്? ആരുഷും അസിയും ഒരുമിച്ചായിരുന്നു ചോദിച്ചത്. എന്തോ ആലോചനയോടെ ആശാൻ കസേരയിലേക്കൊന്ന് ചാരിക്കിടന്നു. അതൊരു പഴയ കഥയാണ്. മന്ത്രിയായിരുന്ന ജോസഫ് പനങ്കാടന്റെ ചില രഹസ്യങ്ങൾ ഗംഗയുടെ അമ്മയ്ക്കും കൂട്ടുകാരിയായിരുന്ന ഷെറിൻ എന്ന കുട്ടിക്കും അറിയാമായിരുന്നു. അതുകൊണ്ട് ഗംഗയുടെ അമ്മയെയും കൂട്ടുകാരിയെയും അവർ വധിക്കാൻ ശ്രമിച്ചു. അതില് ആ കൂട്ടുകാരി കൊല ചെയ്യപ്പെടുകയും ചെയ്തു. പനങ്കാടനും മകനും ജീവിച്ചിരുന്നാൽ ഗംഗയുടെ അമ്മയെയും അവർ വധിക്കുമെന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ് അന്ന് ഞങ്ങൾ അവരെ ഇല്ലാതെയാക്കിയത്. പറഞ്ഞു നിർത്തിയിട്ട്
ആശാൻ ആരുഷിനെ ഒന്ന് സൂക്ഷിച്ചു നോക്കി. ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ നിങ്ങളെപ്പോലുള്ള ചെറുപ്പക്കാർക്ക് വിശ്വസിക്കാൻ സാധിക്കുമോ എന്ന് എനിക്കറിയില്ല. ആരുഷും അസിയും പരസ്പരം ഒന്ന് നോക്കി. ശങ്കരമംഗലം തറവാട്ടിലെ കാരണവന്മാര് പല സിദ്ധികളും ഉള്ളവരായിരുന്നു. അവരാ തറവാട്ടിൽ ഭാവിയിൽ നടക്കാൻ പോകുന്ന പല കാര്യങ്ങളും കളരിക്കകത്തെ നിലവറയിലുള്ള താളിയോല ഗ്രന്ഥങ്ങളിൽ എഴുതി വെച്ചിട്ടുണ്ട്. അതിൽ ചിലതൊക്കെ ശങ്കരമേനോൻ അവർ പറഞ്ഞ് എനിക്കും അറിയാം. അതിലൊന്നാണ് ദേവമോളുടെ ജനനം. അദ്ദേഹം പറയാൻ പോകുന്നത് എന്തെന്നറിയാനുള്ള ആകാംക്ഷയോടെ ആരുഷും അസിയും ഇരുന്നു. അതിപുരാതന കാലത്ത് ഗുജറാത്തിലെ കുച്ചു ഭരിച്ചിരുന്നത് നാഗന്മാരായിരുന്നു. നാഗങ്ങളുടെ അംശാവതാരമായിട്ടാണ് ആ രാജവംശം അറിയപ്പെട്ടിരുന്നത്. അതിൽ അവസാനത്തെ രാജാവായിരുന്ന ഭുജംഗന്റെ പത്നിയുടെ പുനർജന്മമായിരുന്നു ഗംഗയുടെ അമ്മയുടെ കൂട്ടുകാരിയായിരുന്ന ഷെറിൻ. ആ കുട്ടിയാണ് അന്ന് പനങ്കാടൻ മൂലം വധിക്കപ്പെട്ടത്. തന്റെ ഭർത്താവായിരുന്ന ഭുജംഗന്റെ പുനർജന്മത്തിൽ ഒന്നിക്കുവാനായിട്ട് അതിനു മുൻപും ആ നാഗകന്യക ജന്മങ്ങൾ എടുത്തിട്ടുണ്ട്. പക്ഷെ എല്ലാ ജന്മത്തിലും തന്റെ പതിയെ കണ്ടെത്തുവാനാവാതെ കന്യകയായി തന്നെ മരണപ്പെടുകയാണ് ചെയ്തിട്ടുള്ളത്. ഈ തലമുറയിൽ ആ നാഗകന്യകയുടെ അംശാവതാരമായി ജനിച്ച കുട്ടിയാണ് ദേവഗംഗ. അപ്പോ ആശാൻ പറഞ്ഞ ഷെറിന്റെ പുനർജന്മമാണോ ഈ ദേവഗംഗ? ഷെറിൻ ആ നാഗകന്യകയുടെ പല ജന്മങ്ങളിൽ ഒന്നു മാത്രം. പക്ഷെ ഒരു വ്യത്യാസമുള്ളത്, ദേവഗംഗയെ ജന്മമെടുത്ത ഈ ജന്മത്തിൽ അവൾ അവളുടെ പതിയെ കണ്ടെത്തുമെന്നാണ് തറവാട്ടിലെ താളിയോലകളിൽ പറഞ്ഞിരിക്കുന്നത്. ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ അവൾ ഇത്തിരി വിഷമുള്ളതിനോടെന്ന്. ആരുടെ മുന്നിലാണ് ഇരിക്കുന്നതെന്നറിയാതെ അസി വാ തുറന്നു. അതിനെ കനപ്പിച്ചിലൊരു മൂളലായിരുന്നു ആശാന്റെ മറുപടി. പക്ഷെ ആ സമാഗമത്തിന് മുൻപ് ഒരുപാട് കടമ്പകൾ കടക്കേണ്ടതുണ്ട്. പലവിധ അപകടങ്ങളും അവളെ തേടിയെത്തും. അത് മാത്രമല്ല, വിവാഹശേഷം അമാനുഷികമായ പല കാര്യങ്ങളും സംഭവിക്കുമെന്നും തറവാട്ടിലെ താളിയോലകളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടത്രേ. പക്ഷെ അതെന്തൊക്കെയാണെന്ന് എനിക്കറിയില്ല. എന്തായാലും നീ ഇപ്പോ അവളുടെ കൂടെയാണ് ജോലി ചെയ്യുന്നതെന്ന് അറിഞ്ഞപ്പോ എനിക്ക് ഒരു സമാധാനമായി. നീ ഉണ്ടെങ്കിൽ അവൾക്ക് യാതൊരു പ്രശ്നവും വരികയില്ല എന്ന് എനിക്ക് നന്നായിട്ടറിയാം. ഇവൻ കാരണം വല്ല പ്രശ്നവും വരുമെന്നായി എനിക്ക് പേടി. പറഞ്ഞു കഴിഞ്ഞതും അസി നാക്ക് കടിച്ചു. എന്താടാ എന്റെ പ്രശ്നം? ഏയ് ഒന്നുമില്ല ആശാനെ, ഇവൻ എപ്പോഴും ഇങ്ങനെയാ. ആണോ? എന്നാലേ കുറച്ചു ദിവസം അവൻ ഇവിടെ നിൽക്കട്ടെ. അവന്റെ കുഴപ്പമൊക്കെ ഞാൻ ശരിയാക്കി തരാം. ഈശ്വര! പതുക്കെ പെറുപിറുത്തും കൊണ്ട് അസി നെഞ്ചത്ത് കൈവച്ചു. ആശാനെ, ഈ ജോസഫ് പനങ്കാട്ടിനും അയാളുടെ മകനും മരിച്ചു കഴിഞ്ഞുവെങ്കിൽ പിന്നെ ആരാ ഇപ്പോ ഗംഗയുടെ പുറകെ ഉള്ളത്? ജോണി മരിക്കുന്ന സമയത്ത് കുട്ടികളായിരുന്ന അയാളുടെ മക്കളുണ്ട്. അതിൽ മൂത്തവൻ ഇപ്പോ കേരളത്തിലെ അവരുടെ പാർട്ടിയുടെ നേതാവാണ്. പേര് ആൽബർട്ട് പനങ്കാടൻ. മന്ത്രിയാകുവാൻ വരെ സാധ്യത ഉണ്ടായിരുന്നിട്ട് പോലും അത് വേണ്ടെന്ന് വെച്ച് ജനസേവനത്തിന് ഇറങ്ങിത്തിരിച്ചിരിക്കുന്ന ജനപ്രിയനായ ഒരു നേതാവാണ്. പിന്നെയുള്ള 4 മക്കൾ വിദേശത്താണ്. അവിടെ ഒരു കമ്പനിയിൽ ജോലി ചെയ്യുന്നു. ഇനി അവരാരെങ്കിലും ആയിരിക്കുമോ? ആകുവാൻ വഴിയില്ല. അവർ വിദേശത്ത് തന്നെ ഉണ്ട് എന്നാണ് അവസാനം ലഭിച്ച വിവരം. ഇതെല്ലാം ആശാൻ എങ്ങനെ അറിയാം? ആരോ നീയാ ചോദിച്ചതേ ശങ്കരമംഗലം തറവാടിനെ കുറിച്ച് അറിയാൻ പാടില്ലാത്തത് കൊണ്ടാണ്. 91-ാം വയസ്സിൽ ശങ്കരമേനോൻ അവർ മരിക്കുന്നത് വരെ ആ തറവാടായിരുന്നു രാഷ്ട്രീയത്തിലെ പല കാര്യങ്ങളും നിയന്ത്രിച്ചിരുന്നത്. അദ്ദേഹത്തിന്റെ ശിഷ്യസമ്പത്ത് കൂടി ചേർന്നാൽ വലിയൊരു സൈന്യം തന്നെയായിരുന്നു അന്ന്. സമ്പത്തും അതുപോലെ തന്നെ. ആ ഒരു അവസ്ഥയിൽ നിന്ന് മാറിയിട്ടുണ്ടെങ്കിലും അവരുടെ പ്രതാപം ഒട്ടും തന്നെ കുറവല്ല. ദേവമോളുടെ ജാതകത്തിൽ ഇതുപോലുള്ള പല പ്രശ്നങ്ങളും പറഞ്ഞിരുന്നത് കൊണ്ട് തന്നെ അവൾ പോകുന്ന സ്ഥലത്തൊക്കെ അവളെ സംരക്ഷിക്കുവാനും ആരെങ്കിലുമൊക്കെ ഉണ്ടാകും. എന്നുവെച്ചാൽ അതിനുവേണ്ടി ആരെങ്കിലുമൊക്കെ നിയോഗിക്കാറുണ്ടെന്ന് തന്നെ. ഇപ്പോ ഗംഗയുടെ കൂടെ ആരെങ്കിലും ഉണ്ടോ അവിടെ? ഉണ്ട്. അവനെ നോക്കി ഒന്ന് ചിരിച്ചിട്ട് ആശാൻ തുടർന്നു. ആരാണത്? വല്ലാത്തൊരു ആകാംക്ഷയുണ്ടായിരുന്നു ആരുഷിന്റെ ചോദ്യത്തിൽ. അയാള് നിങ്ങളുടെ ഓഫീസിൽ തന്നെ ഇപ്പൊ ജോലി ചെയ്യുന്നുണ്ട്. അവന്റെ ആകാംക്ഷ കണ്ടിട്ട് ആശാൻ വീണ്ടും ഒന്ന് ചിരിച്ചു. ഇനിയിപ്പോ നമ്മുടെ മൂപ്പനായിരിക്കോടാ? അസിയുടെ സംശയം അതായിരുന്നു. മൂപ്പനോ? ആരാണ് അയാൾ? പുരികങ്ങൾ ഉയർത്തി ആശാൻ ചോദിച്ചു. ഏയ്, അത് ഞങ്ങളുടെ ബോസാ. ആശാൻ പറയും, ആരാണ് അയാള്? നേരത്തെ ഉണ്ടായിരുന്ന ഒരാൾ മാറി ഈയിടെയാണ് ആ പയ്യൻ നിങ്ങളുടെ കമ്പനിയിൽ ജോലിക്ക് ചേർന്നത്. പേര് നെൽസൺ. എന്ത്, നെൽസണോ? വല്ലാത്തൊരു അത്ഭുതത്തോടെയാണ് ആരുഷും അസിയും ചോദിച്ചത്. അതെ, നെൽസൺ. നിന്റെ അത്ര വരില്ലെങ്കിലും തികഞ്ഞൊരു അഭ്യാസിയാണ് അവനും. അവനെ ആ കമ്പനിയിൽ കയറ്റിയത് പോലും ശങ്കരമംഗലത്തുകാരാണ്, ഗംഗയുടെ സംരക്ഷണത്തിന് വേണ്ടി. എന്തോന്നാണ് ഇത്? പണ്ടത്തെ ജോസ് പ്രകാശിന്റെ ഗുണ്ടാസംഘം പോലുണ്ടല്ലോ. ആശാൻ കേൾക്കാതെ
അസി തൊട്ടടുത്തിരുന്ന ആരുഷിന്റെ ചെവിയിൽ മന്ത്രിച്ചു. ആശാനെ, ആ കുട്ടിയെ ഡ്രഗ്സ് ഒക്കെ ഉപയോഗിക്കുന്നുണ്ടല്ലോ. നേരത്തെ എപ്പോഴും ഉണ്ടായിരുന്ന ഒരു ലവ് ഫെയിലിയർ കാരണമാണെന്നാണ് ഞാൻ അറിഞ്ഞത്. ഇത്രയൊക്കെ വലിയ ആൾക്കാരായിരുന്നിട്ടും അതൊക്കെ ഒന്ന് നിയന്ത്രിക്കാൻ അവർക്ക് കഴിഞ്ഞില്ലേ? ആ ഒരു ചോദ്യത്തോടെ ആശാന്റെ മുഖത്തേക്ക് നോക്കി. അറിയാം, അവളെ സ്നേഹം കൊണ്ടേ നിയന്ത്രിക്കാൻ സാധിക്കൂ. അവൾ ഡ്രഗ്സ് ഉപയോഗിക്കുന്നത് അറിഞ്ഞിട്ടും അവളുടെ വീട്ടുകാർ അത് അറിയാത്തതുപോലെ പെരുമാറുന്നത് അവളെ വിഷമിപ്പിക്കാതിരിക്കാൻ തന്നെയാണ്. കാരണം അവൾക്ക് വേണ്ടി ജനിച്ചവനെ കണ്ടെത്തുന്നതോടെ അവളുടെ അത്തരം സ്വഭാവങ്ങളൊക്കെ മാറിക്കൊള്ളും. അവളുടെ ജീവിതം തന്നെ മാറും. ഉവ്വേ, നിന്റെ ചാട്ടം അങ്ങോട്ടാണെന്ന് മനസ്സിലായി മോനെ. അസി വീണ്ടും ആരുഷിന്റെ ചെവിയിൽ മന്ത്രിച്ചു. ഇവൻ കുറെ നേരമായല്ലോ നിന്റെ ചെവി തിന്നുന്നത്. എന്തായി പറയുന്നത്? അല്ല ആശാനെ, ഈ നെൽസനെ ആശാന്റെ ശിഷ്യനാണോ എന്ന് ചോദിച്ചതാ. ആസി വിഷയം മാറ്റി. അല്ല, അവൻ ശങ്കരമേനോൻ അവറുകളുടെ ശിഷ്യനായിരുന്ന ഒരു ആൻഡോയുടെ മകനാണ്. അല്ല ആശാനെ, അപ്പൊ ആ പയ്യനെ എങ്ങനെ തിരിച്ചറിയാൻ സാധിക്കും? ആരുഷിന് വേണ്ടി ഈ പ്രാവശ്യം ആസി ചോദിച്ചു. ഏത് പയ്യനെ? ആശാനെ, ആ ഗംഗയ്ക്ക് വേണ്ടി ജനിച്ച പയ്യനെ. ഓ അതോ, അത്. ആശാൻ പറഞ്ഞു തീരുന്നതിന് മുൻപ് ജനലിനോട് ചേർത്തിട്ടിരുന്ന ടേബിളിന് മുകളിൽ വെച്ചിരുന്ന ഫോൺ ബെല്ലടിച്ചു. കസേരയിൽ നിന്നും എഴുന്നേറ്റ ആശാൻ ജനാലിനടുത്തേക്ക് നടന്നു ചെന്ന് ആ ഫോൺ എടുത്തു. ഹലോ. അപ്പുറത്തൊന്നും സംസാരിക്കുന്നത് ശ്രദ്ധിച്ചു നിന്നിരുന്ന ആശാന്റെ മുഖം പെട്ടെന്നാണ് വിവരണമായത്. എപ്പോഴാണ് സംഭവിച്ചത്? ഉത്കണ്ഠയോടെ ഒന്ന് ചോദിച്ചിട്ട് ആശാൻ വീണ്ടും റിസീവറിലേക്ക് ചെവിയോർത്തു. ശരി, ഞാൻ ഉടനെ എത്താം. അതും പറഞ്ഞ് ആശാൻ റിസീവർ വെച്ചു. എന്താ ആശാൻ, എന്താ പറ്റിയത്? ചിന്താഭാരത്തോടെ നടന്ന് തിരികെ കസേരയിലേക്ക് വന്നിരുന്ന ആശാനോട് ആരുഷ് ചോദിച്ചു. നീ എന്താ ചോദിച്ചത്? ഒന്ന് ഞെട്ടിയിട്ട് ആശാൻ തിരിച്ചു ചോദിച്ചു. ആശാനെ, എന്താ പ്രശ്നമെന്ന്? ആരുഷ് വീണ്ടും ചോദ്യം ആവർത്തിച്ചു. ആ നെൽസൺ, അവനെ ആരോ കൊന്നു. എന്ത്? ആരുഷും അസിയും കസേരയിൽ നിന്നും ചാടി എഴുന്നേറ്റു. എന്തൊക്കെയാണ് ആശാനി നടക്കുന്നേ? ആരു, നീ പറഞ്ഞതിനേക്കാൾ ഗൗരവമേറിയതാണ് പ്രശ്നം. എത്രയും പെട്ടെന്ന് നീ തിരികെ ഗംഗയുടെ അടുത്തേക്ക് എത്തണം. അവളുടെ കാര്യം ശ്രദ്ധിച്ചോളണം. ഞാൻ ശങ്കരമംഗലത്തേക്ക് പുറപ്പെടുകയാണ്. താമസിയാതെ ഞങ്ങളും അങ്ങോട്ടേക്ക് വരും. എന്തിനും തയ്യാറായിരിക്കുക. ഇതിന് പിറകിൽ കളിച്ചിരിക്കുന്നത് ആരാണെന്ന് അന്വേഷിക്കുന്നുണ്ട്. താമസിയാതെ തന്നെ നമുക്കത് മനസ്സിലാകും. ഇനി നീ വൈകണ്ട, യാത്ര അയക്കോ. ശരി ആശാനെ, വാടാസി. ആരും അസിയെയും വിളിച്ച് പുറത്തേക്കിറങ്ങി. അവരെ യാത്രയാക്കാനായി ആശാനും അവരോടൊപ്പം പുറത്തേക്കിറങ്ങി. ആശാനെ, ഒന്ന് ചോദിച്ചോട്ടെ, ആ ഗംഗയ്ക്ക് വേണ്ടി ജനിച്ച ആ വ്യക്തിയെ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? വരാന്തയിലേക്ക് തിരികെ ഓടിക്കേറിയ ആരുഷ് ഒരിക്കൽ കൂടി ആശാനോട് ചോദിച്ചു. അതവൾ തന്നെ കണ്ടുപിടിക്കും. അവനെ വിധി അവളുടെ അടുത്തേക്ക് എത്തിക്കുമെന്നാണ് എഴുതിയിട്ടുള്ളത്. ഒന്ന് മാത്രമറിയാം, അവൻ ജനിച്ചത് ദേവ ജനിച്ച അതേ നാളിൽ തന്നെയായിരിക്കും, നാഗപഞ്ചമി നാളിൽ. അവൻ നാഗന്മാരുടെ രാജാവായിരുന്ന ഭുജങ്കന്റെ പുനർജന്മവുമായിരിക്കും. അവരൊരുമിക്കുന്നതോടെ ശങ്കരമംഗലം തറവാടിലെ നിലവറയ്ക്കുള്ളിൽ സൂക്ഷിച്ചിരിക്കുന്ന രഹസ്യങ്ങൾ അവർക്ക് മുന്നിൽ തുറക്കപ്പെടും. അതോടൊപ്പം അമാനുഷികമായ പല കാര്യങ്ങളും നടക്കുകയും ചെയ്യും. ആശാൻ പറഞ്ഞു നിർത്തി. ഗോവയിലേക്ക് തിരികെ ആരുഷിന്റെ ബുള്ളറ്റ് പറക്കുകയായിരുന്നു. ഹൈവേയിലെ തിരക്കുകൾക്കിടയിൽ കൂടി വെടിച്ചില്ല് പോലെ ബുള്ളറ്റ് പായിക്കുമ്പോഴും ആശാൻ പറഞ്ഞ വാക്കുകളിൽ തങ്ങി നിൽക്കുകയായിരുന്നു അവന്റെ മനസ്സ്. ഗംഗയുടെ പുരുഷൻ ജനിച്ചത് അവൾ ജനിച്ച നാഗപഞ്ചമി നാളിൽ തന്നെയായിരിക്കും. അവൻ നിരാശയോടെ ഒന്ന് തല കുടഞ്ഞു. എന്താണ് നീ ബുള്ളറ്റിന് പുറകിൽ ശാശീശു എന്നൊക്കെ പറയുന്നേ? പുറകിലിരുന്ന അസി അവനോട് ചോദിച്ചു. എടാ, ഞാൻ ആശാൻ പറഞ്ഞ കാര്യം ആലോചിക്കുകയായിരുന്നു. തല അല്പം പുറകോട്ട് ചരിച്ച് അവൻ അസിയോട് മറുപടി പറഞ്ഞു. എന്ത് കാര്യം? എടാ, ആശാൻ പറഞ്ഞത് കേട്ടില്ലേ? ഗംഗയെ വിവാഹം കഴിക്കുന്നതേ നാഗപഞ്ചമി നാളിൽ ജനിച്ച ഒരുത്തനായിരിക്കുമെന്ന്. അതിന്? എടാ, ഞാനൊരിക്കലേ ആ സിദ്ധിവിനായക ക്ഷേത്രത്തിൽ വെച്ച് അവളെയും നിമിഷയെയും കണ്ടിരുന്നു. അവളുടെ പിറന്നാൾ ദിവസമായ നാഗപഞ്ചമി നാളിൽ. അവിടെ വെച്ച് ഞാൻ ചുമ്മാ കളിയായി അവളോട് പറഞ്ഞിരുന്നു എന്റെയും ജന്മദിനം നാഗപഞ്ചമിയാണെന്ന്. പക്ഷെ ഇപ്പൊ വല്ലാത്തൊരാഗ്രഹം, ശരിക്കും അങ്ങനെ ആയിരുന്നെങ്കിലെന്ന്. ഈ എന്റെ പൊന്നു മച്ചാനെ, നിനക്ക് അവളുടെ കയ്യിൽ നിന്ന് കിട്ടിയൊന്നും പോരെ? ഇടപ്പൊട്ട, അവൾ എന്തുകൊണ്ടാണെന്ന് ശ്രേയ മരിച്ചപ്പോ എന്നോട് അങ്ങനെ പെരുമാറിയതെന്ന് നിനക്ക് ഇതുവരെ മനസ്സിലായില്ലല്ലേ? സോറി, നിനക്കറിയാലോ ഞാനൊരു സ്ട്രെയിറ്റ് ഫോർവേഡാണ്. എനിക്കിങ്ങനെ വളഞ്ഞ വഴിക്ക് ചിന്തിക്കാനൊന്നും അറിയില്ലടാ. ഊതല്ലേ? ശരി, എന്നാ നീ പറ. എടാ, അന്ന് ഞാൻ ശ്രേയയുടെ അടുത്ത് പെരുമാറുന്നത് കണ്ടതുകൊണ്ടാണ് അവൾക്ക് എന്നോട് അത്രയും ദേഷ്യം ഉണ്ടായത്. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം ശ്രേയ ആത്മഹത്യ ചെയ്തപ്പോ ഞാൻ കാരണമാണ് അവൾ ആത്മഹത്യ ചെയ്തതെന്നും ദേവ വിശ്വസിച്ചു. അതുകൊണ്ടാണടാ ഞാൻ അവളുടെ ആ സ്നേഹത്തിൽ പൊതിഞ്ഞ ദേഷ്യം ഒരു മടിയും കൂടാതെ അങ്ങ് ഏറ്റുവാങ്ങിയത്.
ആ ഇങ്ങനെ സ്നേഹത്തെ പൊതിഞ്ഞ ദേഷ്യം ഏറ്റുവാങ്ങി അവസാനം ക്ഷയം പിടിച്ച് ചാകാതിരുന്ന നിനക്ക് കൊള്ളാം. തല പുറകിലേക്ക് ചായച്ച് ഉച്ചത്തിലുള്ള ചിരിയായിരുന്നു ആരുഷിന്റെ മറുപടി. നിനക്ക് അവൾ അത്രയ്ക്ക് ഇഷ്ടമാണെങ്കിൽ നേരെ ചെന്ന് അങ്ങോട്ട് പറയടാ. അപ്പോ പിന്നെ ഈ നാഗമം ചെയ്യുന്ന ആളൊന്നും ഒരു പ്രശ്നമാകില്ല. അല്ലെങ്കിലും പണ്ടേതോ കാരണവന്മാരെ എഴുതി വെച്ചു എന്നൊക്കെ പറഞ്ഞ് ഇന്നത്തെ കാലത്ത് അതൊക്കെ ആരെങ്കിലും വിശ്വസിക്കൂ? നീ ധൈര്യമായിട്ട് പോയി അവളെ പ്രപ്പോസ് ചെയ്യും വച്ചാനെ, ഞങ്ങളൊക്കെ ഇല്ല നിന്റെ കൂടെ. ആക്സിലേറ്ററിൽ കൈയൊന്ന് തിരിച്ച് ബുള്ളറ്റ് ഒരു ഇരമ്പലോടെ മുന്നോട്ട് പായിച്ചും കൊണ്ടാണ് ആരുഷ് അതിനുള്ള മറുപടി നൽകിയത്. മനസ്സിൽ നിറയുന്ന ഉന്മാദം അവന്റെ ചൊടികളിൽ പുഞ്ചിരിയായി വിടർന്നു. എവിടെയോ പെയ്യുന്ന മഴയിൽ പൊതിഞ്ഞ തണുത്ത കാറ്റ് ജാക്കറ്റും തുളച്ച് ശരീരത്തിലേക്ക് എത്തി. അവളുടെ സ്നേഹസ്പർശം പോലെ. തുടരും. ലവ് ഇൻ ഗോവ അടുത്ത ഭാഗം ഉടൻ പ്രതീക്ഷിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കഥയ്ക്ക് അഭിപ്രായങ്ങളും ലൈക്കുകളും ഹൈപ്പുമൊക്കെ നൽകുന്നതിനോടൊപ്പം തന്നെ കഥയുടെ ലിങ്ക് കഴിയുന്നവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്തുകൂടി കൊടുത്തേക്കണേ. താങ്ക് യു. See you soon.